നമുക്ക് നമ്മുടെ വട്ടയപ്പം ഒന്ന് മുറിച്ച് നോക്കാം. കണ്ടില്ലേ, അടിപൊളിയല്ലേ, നല്ല സോഫ്റ്റ് വട്ടയപ്പം. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന വട്ടയപ്പം. നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അലീഷ സ്പേസ്. ഇന്ന് നമ്മളൊരു അടിപൊളി വട്ടയപ്പം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പം ഇവിടെ 1 ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ഇഡ്ഡലിക്കുള്ള അരിന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുത്തു തരും. നമ്മൾ ആദ്യമേ തന്നെ ഈ അരി കഴുകുക. അപ്പോൾ കഴുകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഈ വെള്ളം തെളിഞ്ഞു വരുന്നിടം വരെ നമുക്ക് നന്നായിട്ട് കഴുകണം. നല്ലതുപോലെ വെള്ളം തെളിഞ്ഞു വരുന്നിടം വരെ നമുക്ക് ഈ കാണുന്നത് പോലെ കഴുകി വെള്ളം കളഞ്ഞ് വെള്ളം തെളിഞ്ഞു വരണം. ഈ കാണുന്ന പോലെ വെള്ളം തെളിഞ്ഞു വരുന്നിടം വരെ നമുക്ക് കഴുകിയെടുക്കണം. അടുത്ത് നമുക്ക് അവലാണ് വേണ്ടത്. ഇത് വെള്ള അവലാണ്, മാർക്കറ്റിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. വെള്ള അവൽ ഒരു 7 സ്പൂണാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ വെള്ള അവൽ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് കുതിർക്കാൻ ഇടണം. അതുപോലെ തന്നെ നമ്മുടെ അരിയും 2 മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാൻ വേണ്ടി നമുക്ക് വെള്ളം ഒഴിച്ചിടണം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ അരി നന്നായിട്ട് കുതിർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമുക്ക് മാവ് അരച്ചെടുക്കണം. നമ്മൾ ആദ്യം അരച്ചെടുത്ത മാവിൽ നിന്ന് ഒരു 3 സ്പൂൺ മാവ് എടുത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കത് മിക്സ് ചെയ്ത് ഗ്യാസിൽ വെച്ച് കുറുക്കിയെടുക്കണം. കണ്ടില്ല, നമ്മുടെ മാവ് ഇവിടെ കുറുകി സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് ഒരു പാകം. ഈ ഒരു പരുവത്തിന് നമ്മൾ ആക്കിയെടുക്കണം. അടുത്ത ട്രിപ്പ് നമ്മൾ അരയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കുതിർക്കാനിട്ടിരിക്കുന്ന അവലും ഇതിലേക്ക് ചേർക്കാം. കൂടെ നമുക്ക് അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ അരി അരയ്ക്കുമ്പോൾ അവസാനം വരുന്ന അരിയും അതിൻ്റെ കൂടെ നമ്മൾ കപ്പി കാച്ചി വെച്ചിരിക്കുന്ന ആ കപ്പിയും പിന്നെ നമുക്ക് നമ്മുടെ വട്ടയപ്പത്തിന് വേണ്ട മധുരവും എന്ന് വെച്ചാൽ പഞ്ചസാരയും അതിൻ്റെ കൂടെ നമുക്ക് 1/2 സ്പൂൺ ഈസ്റ്റും ഇട്ട് കൊടുക്കണം. ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് മിക്സിയിൽ അരച്ചെടുക്കേണ്ടത്. അരച്ചു കഴിയുമ്പോൾ ഈ കാണുന്നത് പോലെ ഇരിക്കും. അതിനുശേഷം നമുക്ക് 1 സ്പൂൺ പഞ്ചസാരയും ഒരു 10 ഏലക്കയും കൂട്ടി മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. പൊടിച്ചു കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. അതിനുശേഷം ഈ ഏലക്കയും പഞ്ചസാരയും പൊടിച്ച പൊടി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഇളക്കുന്ന സമയത്ത് നമുക്ക് വട്ടയപ്പത്തിന്റെ മധുരം നോക്കാം. മധുരം കുറച്ചുകൂടി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു തരി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ സമയത്ത്. നമ്മൾ ഇതുപോലെ ഇളക്കി എല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഒരു 6 മണിക്കൂർ നേരത്തേക്ക് നമ്മളിത് പൊങ്ങാൻ വേണ്ടി വെക്കണം. അൺടച്ച്ഡ് ആയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം 6 മണിക്കൂർ നേരത്തേക്ക്. അങ്ങനെ 6 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാത്രത്തിൽ എണ്ണയൊക്കെ തൂത്ത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുക്കറിൻ്റെ താഴെ നമുക്ക് ലെവലായിട്ട് വെള്ളം ഒഴിക്കുക. അതിൻ്റെ മേളിൽ നമുക്കൊരു തിരിക നമുക്ക് എല്ലായിടത്തും മേടിക്കാൻ കിട്ടും. ഒരു തിരിക മേളിൽ വെക്കുക. അതിൻ്റെ മേളിലേക്കാണ് നമ്മുടെ ഈ പ്ലേറ്റ് ഇറക്കി വെക്കുന്നത്. അതിനുശേഷം നമ്മുടെ പൊങ്ങിയ മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എന്തൊരു വലിപ്പത്തിലാണോ വട്ടയപ്പം വേണ്ടത് ആ ഒരു ലെവലിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് കപ്പലണ്ടി നമുക്ക് നെയ്ക്കകത്ത് ഇതുപോലെ വറുത്തെടുത്തിട്ട് നമുക്ക് വട്ടയപ്പത്തിന് മുകളിൽ വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വട്ടയപ്പം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുക്കറിന്റെ വാഷർ ഇല്ലാതെ നമുക്കിത് അടച്ചു വെക്കാം. ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കിയിട്ട് ഒരു ഈർക്കിളി വെച്ചോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചോ നമുക്ക് കുത്തി നോക്കണം വെന്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. ഞാനിപ്പോൾ ഇവിടെ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് പൊക്കി നോക്കി. അപ്പോൾ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റിക്കയിൽ ഇത് പിടിക്കുന്നൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ വട്ടയപ്പം ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിനു ശേഷം നമുക്കിത് പതുക്കെ എടുക്കാം. ചൂടൊക്കെ ആറിയതിനു ശേഷം നമ്മളിതൊരു വാഴ ഇലയിലേക്ക് എടുത്തു വെച്ചു. ഇനി നമുക്ക് പതുക്കെ ഇത് വാഴ ഇലയിലേക്ക് കമത്തിയിടാം. നമുക്ക് നമ്മുടെ വട്ടയപ്പം ഒന്ന് മുറിച്ച് നോക്കാം. കണ്ടില്ലേ, അടിപൊളിയല്ലേ, നല്ല സോഫ്റ്റ് വട്ടയപ്പം. കണ്ട, സൂപ്പറാണ്. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന വട്ടയപ്പം. നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു അടിപൊളി വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.